പോയെ? പിന്നെ ഞങ്ങളന്ന് വൈകിട്ട് പിന്നെ തന്നെ അങ്ങ് പോയത്. അവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലാന്ന് ഓർത്തിട്ടായിരിക്കുമല്ലേ? പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം വൈകിട്ടായപ്പോ അല്ല തിരക്കായില്ലേ. ആളും വന്ന് ആളും പേരും ബന്ധക്കാരും അല്ല എല്ലാരും വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളന്ന് ഭയങ്കര ഒരു ദിവസം മുന്നേ പോയതുകൊണ്ടേ അതാ ഞാൻ പറഞ്ഞു ഒരു ദിവസം മുന്നേ ആകുമ്പോ അവിടെ ആൾക്കാരൊന്നും കാണത്തില്ല. അപ്പൊ അന്നത്തെ ദിവസമാണെങ്കില് അവര് പുറത്തോട്ട് പോവുകയും ചെയ്തല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സമയം കിട്ടിയത്. അത് മാത്രമല്ല മണ്ടയ്ക്കത്തെ ആ മുറി കിട്ടിയത് കൊണ്ടാണ് കൂടുതൽ സൗകര്യമായത്. ഓ അത് പിന്നെ പറയണം. നല്ല എന്നുവെച്ചാ അവിടെ രസമായിരുന്നു. ആരും അല്ലല്ല നേരത്തെയൊക്കെ മുകളിലത്തെ റൂമില് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഞാനും വന്നിട്ടുള്ളതല്ലേ. നമ്മുടെ ഞാനിപ്പോ നമ്മുടെ മറ്റേ നേരത്തേക്ക് വല്യച്ഛനില്ലേ അവരൊക്കെ ഉം, താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഉം, അവര് ഇപ്പം പോയപ്പോ ഇപ്പൊ ആരും ഇല്ല അവിടെ മുകളിലത്തെ. ഉം, താഴെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉം. അവിടെ അങ്ങനെ ഒരു റൂം നിനക്കും അറിയായിരുന്നില്ല അല്ലെ? അല്ല അന്ന് എനിക്കറിയാം. ഞാന് പോയപ്പോ അല്ല എനിക്കറിയാം. ഞാൻ കേറിയിട്ടുണ്ടോ മോളില്? നേരത്തെ വന്നിട്ട് കേറിയിട്ടുണ്ട്. പക്ഷെ താമസിച്ചിട്ടൊന്നുമില്ല. കേറിയിട്ടുണ്ട്. അപ്പൊ അത് എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു സംഭവം എനിക്ക് അല്ല അങ്ങനെ ഒരു ഞാൻ തോന്നലുണ്ടായിരുന്നു. നേരത്തെ അല്ല ഞാൻ നീ അത് പറഞ്ഞപ്പോ എനിക്കത് അതാ പെട്ടെന്ന് ഞാൻ ഓർത്തെ. ഞാൻ അങ്ങനെ അതുകൊണ്ടല്ലേ പറ്റുമോന്ന് തലേന്നിന്റെ ചോദിച്ചപ്പോഴത്തേക്കും തലേന്ന് ഞാൻ തന്നെ കരുതി തലേന്നിന്റെ തലേന്ന് തന്നെ വരാൻ പറഞ്ഞേ. അതുകൊണ്ടല്ലേ. അല്ല ഞാൻ പിന്നെ എവിടുന്നാണ് എങ്ങനെയാണ് നടക്കുമെന്നുള്ളത് ഓർത്തപ്പോഴാണ് അത് ഓർത്തെ. അല്ല അങ്ങനെ ഒരു ആദ്യം കാര്യം എനിക്കൊരു ഉണ്ടല്ലോ. അവിടെ ആദ്യം പിന്നെ എനിക്ക് ഉം, മുകളിലേക്ക് പഴയ വീടായതുകൊണ്ട് എന്റെ മീൻസ് മച്ചിന്റെ അതെ ആ ഇതൊന്നും ഇതാവൂലല്ലോ. ആ പഴയ അത്ര രീതിയിലുള്ള അത്ര ഇത് സ്റ്റെയറൊക്കെ പെട്ടെന്ന് അല്ലേ. ആ ആൾക്കാര് താഴെയല്ലേ പെരുമാറുന്ന എല്ലാരും. ഉം. അപ്പൊ ആരും അങ്ങനെ പെട്ടെന്ന് മണ്ടയ്ക്കോട്ട് വരത്തില്ല. കേറത്തില്ല. അതാണ് അതല്ലേ സേഫായ. കുറച്ചും കൂടി. പിന്നെ അന്ന് പിന്നെ ആരും ഉച്ചയ്ക്ക് ശേഷം എല്ലാരും പോയില്ലേ, പുറത്തോട്ട് പോയില്ലേ? അല്ല ഞാൻ ഓർത്തതേ അല്ല എനിക്കപ്പോഴേ ഒരു ആശയം ഉണ്ടായിരുന്നു മണ്ടയ്ക്ക്. പക്ഷെ ഈ തിരക്ക് വരുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഇല്ലില്ല. സിറ്റുവേഷനിൽ മണ്ടയ്ക്കായിരുന്നുകൊണ്ട് അതിന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഉം. ഫീൽ ആയിരുന്നു. നല്ല രസമല്ലായിരുന്നോ? ഉഫ്. കുഞ്ഞമ്മ നല്ലതായിട്ട് സഹകരിച്ചു തന്നില്ലേ. അതുകൊണ്ട് നമുക്ക് നീ നല്ല സമയമെടുത്ത് ചെയ്യാൻ പിന്നെ പറ്റി. നന്നായിട്ടങ്ങ് ഞാൻ നന്നായിട്ട് പെരുമാറി തന്നില്ലേ. നല്ലതായിട്ടങ്ങ് നല്ലതായിട്ടങ്ങ് ഇപ്പോഴും അത് ഇഷ്ടപ്പെട്ടു. ഓർക്കുമ്പോ നനയുന്നുണ്ട്. നനഞ്ഞ് കുളിക്കുമല്ലായിരുന്നു അന്ന് എന്തുവായിരുന്നു അത്. ഉം. ചാടി വരുമല്ലായിരുന്നോ. കണ്ടിട്ടാണ് എനിക്കാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് താഴെ ഞാൻ നിനക്ക് വരുമോ ഭയങ്കര എന്നുള്ളൊരു കൊതിയായിരുന്നല്ലോ. അത് കൊതി കൂടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴേന്ന് ഇങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ഭയങ്കര ഫ്രീഡത്തിൽ എടുക്കുമല്ലോ. ഉം ഉം. അതാ എനിക്ക് പ്രത്യേകം ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയത്. ഉം. എല്ലാ സമയവും എടുത്തു. ആരും വന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതായോണ്ടായിരിക്കും കുറച്ചുകൂടെ അങ്ങനെ മൂഡ്. എടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ എല്ലാം ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എടുക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഉം ഉം സാഹചര്യങ്ങളിൽ ഉം ഉം. എടുക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. അതിന് ഭയങ്കരമായിട്ട് ഒരു ഫീൽ കൂടും. അല്ല കൊറേ തവണ നീ എന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഭയങ്കര സ്പെഷ്യൽ ഉണ്ടായിരുന്നു അന്നൊരു സ്പെഷ്യൽ ഫീൽ നിനക്കും. ആയിരുന്നു. അത് മാത്രമല്ല അന്ന് മൊത്തം ചെയ്യാൻ പറ്റിയല്ലോ. ഉം. അതിൻ്റെ ഈ മണ്ടയ്ക്കോട്ട് അങ്ങനെ ആരും കയറി വരത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അത് തന്നെയല്ല തലേന്നിന്റെ തലേന്നല്ലേ നമ്മൾ ചെന്നത്. നമ്മൾ പിന്നെ അടുത്ത ബന്ധക്കാരായതുകൊണ്ട് ഓർക്കുമ്പോഴേ കുഴപ്പമില്ല. തുടിക്കുന്നു. നമ്മൾ അടുത്ത ബന്ധക്കാരായതുകൊണ്ട് പിന്നെ അവർക്കും അങ്ങനെ പ്രശ്നമില്ല. ഉം. അതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ ഒരു ഒത്തു വന്നൊരു സൗകര്യമായിരുന്നു. അത് കട്ടയ്ക്ക് അങ്ങ് മുതലാക്കി. എൻ്റെ അയാൾ നന്നായിട്ടൊന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട്. ഉം. നല്ല പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടി ഇതായി. പിന്നെ അന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാകെ ശരിക്കും എന്താ പറയാ എനിക്ക് ശരിക്കും മതിയായിട്ടില്ലായിരുന്നു. അതെനിക്ക് തോന്നി. പക്ഷെ എനിക്കന്ന് വൈകിട്ട് അവിടെ ഇടയ്ക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷെ ആരോ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ട് പിന്നെ എനിക്ക് ആരോ വന്നപ്പോഴത്തേക്കല്ലേ ഞാൻ നിനക്കൊരു വരുന്ന പോലെ കുഴപ്പമില്ലായിരുന്നു. അല്ല ആരോ വരുന്ന പോലെ തോന്നിയപ്പോഴല്ലേ ഞാൻ വേഗത കൂട്ടിയത്. ഇടയ്ക്കൊന്ന് വേഗത കൂട്ടി. പക്ഷേ കൂട്ടിയപ്പോഴത്തേക്ക് അങ്ങ് കൂട്ടിയപ്പം എത്തുന്നുണ്ടായിരുന്നല്ലോ. നല്ല അടിപൊളിയായിട്ട് എത്തുന്നുണ്ട്. സൂപ്പറായിട്ട്. ഉം. അതെനിക്ക് അറിയാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ നന്നായിട്ടങ്ങ് ഇട്ട് കളയായിരുന്നില്ലേ? നന്നായിട്ടങ്ങ് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഇടയ്ക്ക് നോക്കാം ഇങ്ങനെ ആ ഒരു നോക്കാന്ന് വിചാരിച്ചു. സ്പെഷ്യലായിട്ട് ചെയ്തില്ലേ, അത് ഭയങ്കര
അതങ്ങ് ഫുൾ ഇറക്കിയിട്ടല്ലേ അത് അത് ഞാൻ ഉം. അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. കാര്യം അതൊരു ഭയങ്കര അപ്പൊ എനിക്കതൊരു ഭയങ്കര ഇതായിരുന്നു. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. അത് ഉം. മാത്രമല്ല പിന്നെ താഴെ എന്തൊക്കെയോ ഒച്ച കേട്ടപ്പോഴല്ലേ പിന്നെ ഞാനോർത്ത് അപ്പൊ പകുതി മൈൻഡ് അവിടെ ആണെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു രസം ഉണ്ടായിരുന്നു എന്തായാലും പൊതുവെ. ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. കുഞ്ഞമ്മ നല്ല പറന്ന് നിൽക്കുവാണല്ലോ. അങ്ങനെയല്ലേ വേണ്ടത് നിനക്ക്. നാളെ നേരത്തെ പോലെ തന്നെ. പക്ഷെ നേരത്തെക്കാളും കുറച്ചും കൂടെ ഒരു ഇതായിട്ടുണ്ട്. കുറച്ചും കൂടി കൊതി കൂടി ഒന്ന് കൊതിയും കൂടി അതിന്റെ നല്ല പണിയെടുക്കുന്നതിന്റെ അറിയാനുണ്ട് കാണുമ്പോഴേ. അവിടെ ഇവിടെയൊക്കെ നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. നല്ലതായിട്ട് അറിയാനുണ്ട്. അതാണ് പിന്നെ അതാ പിന്നെയും പിന്നെ കണ്ടപ്പോഴത്തേക്ക് ഇതാ തോന്നാൻ കാര്യം. ആദ്യം പിന്നെ നമ്മൾ പോയില്ലേ, അവിടെ മുകളില് പോയി. പിന്നെ പോയപ്പോ തന്നെ നീ പിടിച്ച് ഉടച്ചപ്പോഴത്തേക്ക് ഭയങ്കര അപ്പോഴേ ഉടച്ചപ്പോഴേ വെള്ളം പോയെന്ന് തോന്നുന്നു ഒറ്റയ്ക്ക്. അതെനിക്ക് ഞാനന്നേരം പിന്നെ കണ്ടുപോയത്. അത് എത്ര നാളായി, കുറച്ച് നാളായില്ലേ അന്നത്തെ അതിന് ശേഷം. അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കൊന്ന് പ്രത്യേകമായിട്ട് അങ്ങനെ അത്രയും പോയത്. അത് എനിക്ക് നല്ലതായി അത്രയും പോയത്. എനിക്ക് അത്രയും നന്നായി പോയി. സ്മൂത്ത് ആയിരുന്നില്ലേ? പിന്നെ സ്മൂത്ത് ആയിട്ടായിരുന്നു, വളരെ സ്മൂത്ത് ആയിരുന്നു. അത്ര എളുപ്പമായി എനിക്ക്. അത് നന്നായി പോയി. ഇടയ്ക്കിനി മാമനെ ഇടയ്ക്ക് ഞാൻ താഴെ മാമന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്തിന് മാമൻ വല്ലതും കയറി വരുമോ എന്ന് ഇങ്ങനെ ഓർത്തു. പക്ഷെ ഇതിന് മാമൻ വന്നില്ല. പുറത്ത് അപ്പുറത്തെ വീട്ടില് സംസാരിക്കുന്നവര്. അപ്പൊ മുകളിലത്തെ റൂമിലായതുകൊണ്ട് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ പെട്ടെന്ന് പേടിച്ചു മാമനെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ പകുതിക്ക് വെച്ച് ആവേണ്ട വരത്തില്ലയോ. പിന്നെ അവിടെ ഇതിന് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന്. പകുതിക്ക് വെച്ചാണെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ലായിരുന്നു. പകുതിക്ക് വെച്ചാണെന്തോ പിന്നെ അന്ന് രാത്രി അവിടെ നിൽക്കാനും പറ്റത്തില്ലല്ലോ, കാരണം കഴിഞ്ഞില്ലയോ. എനിക്കാണ് അന്ന് രാത്രി അവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ നിന്നിട്ടും കാര്യമില്ല. കാര്യം പിന്നെ ആൾക്കാരും ബന്ധക്കാരും എല്ലാം ഒത്തിരി കൂടിയില്ലേ. എല്ലാവരും ഒന്നും പോയുമില്ല. പിന്നെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. അല്ലാത്ത ചില്ലറ പരിപാടികളൊക്കെയാണ് നടക്കും. അതിൽ കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ വൈകിട്ട് തന്നെ എനിക്ക് പോകുന്നത്. പക്ഷെ കുഞ്ഞമ്മ പോകുന്നില്ലല്ലോ, തലേദിവസം വന്നല്ലേ. നന്നായിട്ട് കെട്ടിയതിന്റെ ആ ഒരു ഇതൊന്നും എന്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് കൊഴുപ്പിച്ചില്ലയോ. പൊടിപ്പിച്ചെടുത്തപ്പോഴാ നന്നായിട്ട് ചാടി പോയത്. അല്ലാതെ ആദ്യം ചെയ്തുകൊണ്ട് നന്നായിട്ട് എനിക്ക് ഈസി ആയിട്ട് പെരുമാറാൻ പറ്റിയില്ലേ. അത് പറ്റി. നന്നായിട്ട് പറ്റി. കൈ പിടിച്ചതൊക്കെ നല്ല സുഖം, നല്ലൊരു ഇതായിരുന്നു. നല്ല സുഖമുണ്ടായി കൈ പിടിച്ചത്. അത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഉടച്ചോണ്ട് ഇതല്ലേ കൈയിട്ടില്ല. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലായിരുന്നു. അപ്പഴേ പോയില്ലേ. ഞാൻ നോക്കുമ്പോ നല്ല കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് വീണ്ടും ആവേശമായി. നന്നായിട്ട് ആ ഒരു കുഞ്ഞമ്മയാണെങ്കിൽ ചെയ്യാറുണ്ടോ? എനിക്ക് കണ്ടിട്ട് ചെയ്യാറുള്ളത് പോലെ തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ ചെയ്തുതരും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അത് കണക്കാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ കാര്യം അല്ലയോ. അത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ കുറവാ. നന്നായി. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നുമില്ല, അന്നും ഇന്നും ഒരുപോലെ. കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ.